ഒരേ കേസിൽ രണ്ട് അന്വേഷണം നടത്തുന്നത് ചട്ടലംഘനമാണെന്നാണ് എക്സാലോജിക്കിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ അരവിന്ദ് പി ദത്താർ വാദിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടരുകയാണ്. ആ അന്വേഷണവുമായി എക്സാലോജിക് സഹകരിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം അടിയന്തരമായി അവസാനിപ്പിക്കണം. SFIOക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കമ്മത്ത് ഇതിനെ ശക്തമായി എതിർത്തു. എക്സാലോജിക്കിന് 1.72 കോടി രൂപ CMRL കൈമാറിയിട്ടുണ്ട്. ഇതിനുള്ള ഒരു സേവനവും എക്സാലോജിക് നൽകിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. CMRL വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കായി 135 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും ഏജൻസി ഹൈക്കോടതിയെ അറിയിച്ചു. ഇരുവാദങ്ങളും കേട്ട കോടതി ഹർജിയിൽ വിധി പറയാനായി മാറ്റി. SFIO ആവശ്യപ്പെട്ട രേഖകൾ ഉടൻ കൈമാറാൻ എക്സാലോജിക്കിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിധി വരുന്നതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ പാടില്ലെന്നും കോടതി പറഞ്ഞു. ഈ കേസിലെ വിധി എന്തു തന്നെയായാലും എക്സാലോജിക്കിനൊപ്പം CPMനും സർക്കാരിനും നിർണായകമാണ്. ബംഗളൂരിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.